ിലെ ഡിഎൻഎയുമായി ഒരിക്കലും കൂടിക്കലരാത്തതുകൊണ്ട് പരിണാമത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ മൈറ്റോകോൺട്രിയൽ ഡിഎൻഎയുടെ പഠനം സഹായിക്കും. വലിയ ലൈംഗിക കോശത്തിൽ ഭ്രൂണത്തിന് വളരാനുള്ള പോഷകങ്ങൾ ധാരാളം ഉണ്ടാകും. ചെറിയ ലൈംഗിക കോശത്തിന് ഭാരം കുറവായതുകൊണ്ട് വേഗം അണ്ഡത്തിനടുത്ത് എത്തിച്ചേരാം. മാത്രമല്ല നിർമ്മാണ ചിലവ് കുറവും. അപ്പോൾ ഈ രണ്ടു കോശങ്ങൾക്കും ഗുണവശങ്ങളുണ്ട്. പക്ഷേ അതുപോലെയല്ല രണ്ടു സൂത്രങ്ങളും ഒരുമിച്ച് പ്രയോഗിക്കാൻ ശ്രമിക്കുന്ന ഇടത്തരം വലുപ്പമുള്ള ലൈംഗിക കോശങ്ങളുടെ കാര്യം. അവയ്ക്ക് രണ്ടു കൂട്ടരുടെയും ഗുണങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ദോഷങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതായത് ഇടത്തരം വലുപ്പമുള്ള കോശങ്ങളുടെ ഭ്രൂണത്തിന് ആവശ്യത്തിന് പോഷകമില്ലായ്മ, ഭാരക്കൂടുതൽ, അനാവശ്യ ചെലവ് മുതലായ ദോഷങ്ങൾ ഉള്ളതിനാൽ പ്രകൃതി അവയെ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് വളരെ വലുതും തീരെ ചെറുതുമായ ലൈംഗിക കോശങ്ങൾ മാത്രം നിലനിൽക്കുന്നത്. ഇനിയാണ് രസം. സന്താനോൽപാദനം എന്ന ഈ പങ്കുകച്ചവടത്തിൽ ആൺകോശത്തിന്റെയും പെൺകോശത്തിന്റെയും മൂലധന നിക്ഷേപം തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് നാം കണ്ടല്ലോ. ഒരു ബീജകോശത്തിന്റെ 1000 ഇരട്ടിയെങ്കിലും വലുതാണ് ഒരു അണ്ഡകോശം. ബീജകോശങ്ങൾ നിർമ്മിക്കാൻ ഡിഎൻഎ ഒഴിച്ച് വേറൊന്നും കാര്യമായി വേണ്ടാത്തതുകൊണ്ട് ആണിൻ ചുമ്മാ ഇഷ്ടം പോലെ ബീജങ്ങൾ ഉണ്ടാക്കിവിടാം. അണ്ഡം നിർമ്മിക്കാൻ കൂടുതൽ ചിലവുള്ളതുകൊണ്ട് അത് സംരക്ഷിക്കാനുള്ള ചിലവും പെണ്ണു തന്നെ വഹിക്കുന്നു.